ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മുടെ മണി പ്ലാന്റിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഒരു മണി പ്ലാന്റെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ടല്ലേ? അപ്പം നമുക്ക് ഒരു മണി പ്ലാന്റെങ്കിലും ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല അല്ലേ? മണി പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഒരു 5-6 വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു പ്ലാന്റെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഒരു വിഷമമെന്ന് വെച്ചാൽ അവരുടെ പ്ലാന്റ്, എൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലേ, എൻ്റെ പ്ലാന്റ്സ് എല്ലാം വളരെ ബുഷിയായിട്ട് തിക്കായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നില്ല? എന്തുകൊണ്ട് തിക്കാവുന്നില്ല? ഇലകൾക്കൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, ഇലകളൊക്കെ ഒരുമാതിരി ശോഷിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടാവും നമുക്കില്ലേ? അപ്പം ഞാൻ എന്ത് കെയറാണ് എൻ്റെ മണി പ്ലാന്റിൽ കൊടുക്കുന്നത് ഇത്രയും ബുഷിയായിട്ട് നിൽക്കാനായിട്ട്? ആ ഒരു കാര്യവും പിന്നെ എൻ്റെ മണി പ്ലാന്റ് വെറൈറ്റീസ് എന്തൊക്കെയാണെന്നും എൻ്റെ പോട്ടി മിക്സ് എന്താണെന്നും എന്ത് ഫെർട്ടിലൈസറാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാർബിൾ ക്യൂൺ പോത്തോസ് എന്നാണ് മണി പ്ലാന്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ മാർബിൾ ക്യൂൺ പോത്തോസിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ വളരാനൊക്കെ ഭയങ്കര പാടാണ്, ഒരു മടിച്ചിയാണ് ഈ പ്ലാന്റ്. വളരെ പതുക്കെ മാത്രമേ വളർന്നു വരത്തുള്ളൂ. ഒരു ലീഫൊക്കെ പുതിയതായിട്ടൊക്കെ വളരാൻ ഇച്ചിരി താമസമാണ്. മാർബിൾ ക്യൂൺ പോത്തോസ് റെയർ വെറൈറ്റിയാണ്. ഇതേ കണക്കുള്ള തന്നെ മറ്റൊരു വെറൈറ്റിയാണ് മഞ്ജുള പോത്തോസ്. പക്ഷേ എങ്കിൽ നിങ്ങൾ വിചാരിക്കും രണ്ടും ഒരേ കണക്കിരിക്കുന്നെന്ന്. ഷെയ്ഡൊക്കെ ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും ലീഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ മുളവിൻ്റെ ലീഫ് പോലത്തെ ഒരു ഉണ്ടൻ ലീഫാണ് അല്ലേ, ഒരു ഉണ്ടൻ വട്ടം ലീഫ്. പക്ഷേ ഇതിൻ്റെ ലീഫ് വന്നിട്ടാണെങ്കിലോ ഒരു നീളൻ ലീഫാണ്. ഇത് കണക്ക് ഇതിലിച്ചു കൂടെ മാർബിളിൻ്റെ ഷെയ്ഡ് കണക്കത്തെ ഷെയ്ഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മാർബിൾ ക്യൂൺ പോത്തോസ്, ഇത് നമ്മുടെ മഞ്ജുള പോത്തോസ്. ഇനി അടുത്ത വെറൈറ്റി കാണിച്ചു തരാമേ. ഇവർ രണ്ടുപേർക്കും വളരാൻ ഭയങ്കര പ്രയാസമാണ്, വിഷമം പോലെയാണ് വളരാനായിട്ട്. നല്ല രീതിയിൽ കെയർ കൊടുക്കണം. പിന്നെ അധികം നനവൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഒരു പ്രത്യേക ഒരു മീഡിയത്തിലൊരു നനവ് മാത്രമേ ഇവർക്ക് ഇഷ്ടമുള്ളൂ. ഇനി ഞാൻ അടുത്തതിനെ കാണിച്ചു തരാമേ. ഇത് നമ്മുടെ മഞ്ജുള പോത്തോസിൻ്റെ തന്നെ മറ്റൊരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇരിച്ചു കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അത് ആദ്യമേ സെറ്റ് ചെയ്തൊരു മദർ പ്ലാന്റിനൊക്കെ ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് കേട്ടോ. ഇതൊന്ന് മഞ്ജുള പോത്തോസ് തന്നെ. എൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഞാനാണെങ്കിൽ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെട്ടി വെക്കും. പുതിയ പോട്ടിലോട്ട് ഇങ്ങനെ വെട്ടി വെക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകൾ എനിക്ക് എല്ലാ പ്ലാന്റ്സും ഇഷ്ടം തന്നെ. ഇന്ന ഒരാളിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, എല്ലാവരെയും ഇഷ്ടം എന്നാൽ. അതിപ്പോൾ ഏത് പ്ലാന്റ് ആയാലും പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിൽ എല്ലാം ഇഷ്ടം തന്നെ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷന് എനിക്ക് വേണം എന്നുള്ളതൊരു പേഴ്സണലായിട്ടുള്ളൊരാഗ്രഹമാണ്. ഇത് നമ്മുടെ മാർബിൾ ക്യൂണാണേ. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പോട്ടൊക്കെ കൊള്ളാമോ? പോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വേറൊരു പോട്ടിൽ വെച്ചിട്ടാണ് ഇതിലോട്ട് എടുത്ത് വെക്കുന്നതേ. പിന്നീട് ഇതൊരു വെറൈറ്റിയാണ്. മിക്ക ഓഫീസുകളിലൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്ക്, ഇപ്പം സ്കൂളുകളിലും ഓഫീസുകളിലൊക്കെ പോകുമ്പം ടേബിളിലൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് എൻജോയ് പോത്തോസ് എന്നാണ്. ഇതും വളരാനായിട്ട് ഇച്ചിരി മടിയുള്ളൊരു ടൈപ്പാണ്. ഇതിൻ്റെ പേര് എൻജോയ് പോത്തോസ്. ഇതും വളരെ നല്ല രസമുള്ളൊരു പ്ലാന്റാണ് അല്ലേ. ഇതൊരെണ്ണം. പിന്നീട് അടുത്തത്, ഇതിൻ്റെ കറക്റ്റ് പേരെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ലീഫ് ഫുള്ള് ഗ്രീനായിരിക്കും, നല്ല ആരോഗ്യമുള്ള ലീഫുകളായിരിക്കും. പക്ഷേ ഫുള്ള് ഗ്രീൻ ആയിരിക്കും. പേര് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇതൊരു മണി പ്ലാന്റ് വെറൈറ്റി ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പേര് പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് മാർബിൾ ക്യൂണിൻ്റെ തന്നെ മറ്റൊരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. ഇനി അടുത്തത് നമ്മുടെ എല്ലാം മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വഴിവക്കിലും എല്ലായിടത്തും കാണുന്ന, എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പ്ലാന്റ് ഇല്ലാത്ത ഒരു വീടും കാണത്തില്ല. നമ്മുടെ യഥാർത്ഥ മണി പ്ലാന്റ് ഇതാണ്, നമ്മുടെ കോമൺ വെറൈറ്റി മണി പ്ലാന്റ്. ഇതിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും കാണിച്ചല്ലോ. ഇപ്പം എൻ്റെ മറ്റൊരു എൻജോയ് പോത്തോസിൻ്റെ വെറൈറ്റിയാണിത്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിന് പോട്ടി മിക്സ് എന്താണെന്നും പിന്നെ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. അപ്പോൾ ഞാനിവിടെ പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്.
ഫ്രീ ടൈമിലെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. ഈക്വൽ അളവിന് ഗാർഡൻ സോയിലും ഒരേ അളവിനുള്ള ഗാർഡൻ സോയിലും ഉമിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഏകദേശം ഒരു 2 പിടി ചാണകപ്പൊടി, 2 പിടി വെർമി കമ്പോസ്റ്റ്, പിന്നീട് കുറച്ച് പെർലൈറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പെർലൈറ്റ് ചേർത്തിരിക്കുന്നത്, പെർലൈറ്റ് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പ്ലാന്റ് ഇച്ചിരി ഹാപ്പി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഉമിയിടുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റിൽ എന്താണ്, നമ്മുടെ പോട്ടിൽ വെള്ളം നിൽക്കത്തില്ല, നല്ല നീർവാഴ്ച ഉണ്ടാവും, ഈ വെള്ളം കെട്ടി നിൽക്കത്തില്ല. നന്നായിട്ട് ഈ വേര് വളരുന്നതിനൊക്കെ ഉമി നടുമ്പോഴത്തേക്ക് മണ്ണ് തിങ്ങി നിന്ന് ഇങ്ങനെ മണ്ണ് കട്ട പിടിക്കത്തില്ല, നമ്മുടെ സോയിൽ കട്ട പിടിച്ച് വേര് അങ്ങനെ അങ്ങ് അമർന്ന് പോകത്തില്ല. ഉമി ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവും, നന്നായിട്ട് ചെടിക്ക് വളരുന്നതിനൊക്കെ കഴിയും. അപ്പം ഞാൻ ഈ ചട്ടിയിലോട്ട് ഈ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒന്ന് നിറയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്, മണി പ്ലാന്റ് എടുക്കുന്ന ഈ ഒരു പ്ലാന്റിൽ നിന്നാണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണേ. റീപോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ തോന്നേണ്ടത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ബുഷിയായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ബുഷിയാക്കാമെന്നാണേ. നമ്മൾ ഈ എടുത്തിട്ടുണ്ടല്ലോ, ഈ ഓരോ സാധനത്തിനെയും നമ്മൾ പറയുന്നത് എന്തുവാണ്, നോഡെന്ന് പറയും. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. അതുപോലെ ഈ പ്ലാന്റ് ഞാനങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണേ. നമ്മുടെ പ്ലാന്റ് എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നോഡ് എന്തായാലും ഒരു കട്ടിങ്സിൽ ഒരു നോഡ് വേണം, കണ്ടോ, ഒരു നോഡ് ഉണ്ടായിരിക്കണം. ഈ നോഡിൽ നിന്നാണ് പുതിയ വേരുകൾ വരാനായിട്ട്. അപ്പം നമുക്കിത് നടുന്നത് എങ്ങനെയെന്ന് നോക്കാമേ. ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെയൊന്ന് മാറ്റിയതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാവേ. വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഒന്നിലധികം വേണമെങ്കിൽ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ തോനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കാനാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു എയർ പ്യൂരിഫയറും കൂടെയാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ. പക്ഷേ ഇതിന് ഫെങ്ഷി പ്രകാരം ഇതിനെന്തൊക്കെയോ സാമ്പത്തികമായിട്ട് നമുക്ക് പൈസയൊക്കെ കൊണ്ട് തരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നുമില്ല. അതെന്താണെന്ന് വിശ്വാസമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തരുന്നൊരു പ്ലാന്റ് തന്നെയാണല്ലേ. നമുക്കിത് പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മൂഡ് കാണല്ലേ. ഞാൻ എൻ്റെ പ്ലാന്റ് ഫുള്ളങ്ങ് നടുവാണേ. ഇപ്പം ഗൈസ് ഞാൻ ഈ പ്ലാന്റ് എല്ലാം ഒന്ന് പോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. നന്നായിട്ട് നനച്ചിട്ട് ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇന്നൊരു ഷെയ്ഡിൽ വയ്ക്കുക. ഒരു 2-3 ദിവസത്തേക്ക് ഷെയ്ഡിൽ വെച്ച് ഈ പ്ലാന്റ് ഒന്ന് ഈ കണ്ടീഷനൊക്കെ നോക്കി ആവുന്നവരെ നമ്മൾ ഇൻഡോറിലൊന്നും കൊണ്ട് വെക്കേണ്ട. ഇന്ന് മാത്രം നനച്ച് കൊടുത്തിട്ട് ഒരു ഷെയ്ഡിൽ വെച്ചതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം പ്ലാന്റ് ഓക്കെ പ്ലാന്റ് പറയുന്ന കണക്ക് നമുക്ക് തോന്നും. അതിൻ്റെ ഒരു ഫീലിങ്സ്, ഒരു മൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലാന്റ്സിൽ ഫീലിങ്സ് ഉണ്ടെന്ന്. ഉണ്ട്. ജീവനുള്ള എല്ലാ ജീവികൾക്കും ജീവനുള്ള ജീവിയെന്ന്. പ്ലാന്റ് ഒരു ജീവിയാണല്ലോ, ജീവിയല്ല, ജീവനുള്ള വസ്തുവാണ്. അപ്പം അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും. ഫീലിങ്സ് ഉണ്ടായത് കൊണ്ടാണല്ലോ തൊട്ടാവാടിയെ നമ്മൾ തൊടുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഇങ്ങെന്തുവാണ് മയങ്ങിപ്പോകുന്നത്. അപ്പം പ്ലാന്റ്സിന് എല്ലാത്തിനും ഫീലിങ്സ് ഉണ്ടല്ലേ. അപ്പോഴത്തേക്ക് ഈ പ്ലാന്റ് നമ്മളെടുത്ത് പറയും പോലെ നമുക്ക് തോന്നും, എന്നെ എടുത്ത് ആ ഇൻഡോറിൽ അങ്ങനെ കൊണ്ട് വയ്ക്കരുതോ എന്ന് പ്ലാന്റ് ചോദിക്കും. ആ സമയത്ത് മാത്രം നമുക്ക് ഇൻഡോറിൽ വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് പ്ലാന്റ് ചോദിക്കട്ടെ എന്ന് കരുതി കാത്തു നിൽക്കാനൊന്നും പോകണ്ട കേട്ടോ. ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡോറിലോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇൻഡോറിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പോട്ടിൻ്റെ അകത്തോട്ട്, ഒരു ഇൻഡോർ ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ അകത്തോട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, എൻ്റെ പ്ലാന്റ് എല്ലാം ഇൻഡോർ പ്ലാന്റ് പോട്ടിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ, മുട്ടയുടെ തോട്. ഞാനിവിടെ പറയുന്ന തോട്, ചിലർ പറയും തൊണ്ടെന്ന്. തൊണ്ട് നമ്മൾ എടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കണം. കഴുകിയില്ലെങ്കിൽ അത് കേട് വന്നിട്ട്
പുഴുവൊക്കെ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് കഴുകാണ്ട് ആരും സൂക്ഷിക്കരുത്. ഒന്ന് കഴുകി ഉണക്കി സൂക്ഷിക്കണം. അപ്പോൾ ഒത്തിരി തോടാവുമ്പോഴത്തേക്ക് അത് ഉണങ്ങിയ തോടെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ചുവട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു പൈസേൻ്റെ വളവും മേടിച്ച് കൃത്രിമമായിട്ടൊന്നും ചേർക്കണ്ട. ആ ഒരു ഒറ്റ വളം മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് നിൽക്കുക. ഞാനെൻ്റെ പ്ലാന്റ്സിന് ആ ഒരു വളം മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാൻ ഇതും കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാമേ. പെട്ടെന്ന് ചെയ്ത് കാണിക്കാമേ. ഇത് ഞാൻ മറ്റൊരു മെത്തേഡിലാണ് നടാനായിട്ട് പോകുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടിയിൽ ഇത്രയും മണ്ണെടുത്തില്ലേ, കുറച്ചങ്ങെടുത്ത് മാറ്റാമേ. മണ്ണെന്ന് പറയാൻ പറ്റത്തില്ല, പോട്ടിങ് മീഡിയം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എടുത്ത് മാറ്റിയിട്ടുണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇത് മേലെ വയ്ക്കണം. നോടൊക്കെ നേരത്തെ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾ ചിലപ്പം ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമാണെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കണം. അപ്പം ഞാനതൊന്ന് ഫോളോ ചെയ്ത് നോക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റിനും മണ്ണങ്ങ് ഇട്ട് കൊടുക്കുവാണേ. സത്യം പറഞ്ഞാൽ ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയൊരു കാര്യമാണല്ലേ. ഇതെങ്ങനെയുണ്ടേ? ഇത് സൂപ്പറായിട്ടില്ലേ? ഇത് മറ്റൊരു മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മളിപ്പോൾ അകത്ത് വെക്കത്തില്ല. ഇൻഡോർ ആണെങ്കിലും നമ്മളൊരു ഷെയ്ഡിൽ കൊണ്ട് വെച്ചിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2-3 ദിവസം ഷെയ്ഡിലിരുന്ന് ഈ പ്ലാന്റ് ഒന്ന് അഡ്ജസ്റ്റബിളായിട്ട് കണ്ടീഷനൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തോട്ട് കൊണ്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.